ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ആലുവയ്ക്ക് പോവാണ്, ശിവരാത്രി കാണാൻ വേണ്ടി പോവാണ്. ബലിയിടാനും ഉണ്ട് കേട്ടോ, അച്ഛന് ബലിയിടണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 6 മണിക്കാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കല്ലേറ്റുംകരയിൽ നിന്നാണ് കയറുന്നത്. ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകരയിൽ നിന്നാണ് നമ്മൾ കയറുന്നത് കേട്ടോ ട്രെയിൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ അമ്മയാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ അമ്മയുടെ അനിയത്തിനെയും മോളെയും അമ്മേനെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അവർ പുതുക്കാട് നിന്നാണ് കയറുന്നത്. നമ്മൾ കല്ലേറ്റുംകര, പുതുക്കാട് നെല്ലായി കഴിഞ്ഞിട്ടാണ് കല്ലേറ്റുംകര കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറേ പേരുണ്ടാവുമല്ലോ, ശിവരാത്രിക്ക് പോകണവർ തന്നെയായിരുന്നു കൂടുതൽ. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാ. ഇതെന്നെ മേമ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സായിട്ട് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ വന്നപ്പോൾ പവി ഇരിക്കണ്ടായിരുന്നു. അതാണ് എൻ്റെ മേമ റെഡ് ചുരിദാർ ഇട്ടത് കേട്ടോ. അപ്പം പവി ഇരിക്കണ്ടായി. അപ്പോൾ അവളെ എണിപ്പിച്ച് ഞാൻ അവളെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. നമ്മൾ വൈകുന്നേരം ആയിട്ട് അവിടെ എത്തിയപ്പോൾ ഏകദേശം നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴല്ലേ ട്രെയിനിൽ കയറിയത്. അപ്പോൾ ഒരു 7 മണി 7:30 നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലുവ എത്തിയത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. വിൻഡോ കൂടെ നോക്കാൻ കാണാം, ഫുള്ള് ലൈറ്റും നല്ല ഭംഗിയും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തിരക്ക് കണ്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. 2 പേരും കൂടി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ വെച്ചിട്ട്, ഒരു അമ്മമ്മേനെയും മകനെയും. അപ്പോൾ അവർ നമ്മളെ കൂടെ അവിടം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാ. നമ്മളവിടെ എത്തണ വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ പരിചയക്കാർ വന്നപ്പോൾ അവരെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആശ്രമം കേട്ടോ. നല്ല ലൈറ്റൊക്കെ കാണാം നമുക്ക്. അതാണ് ആശ്രമം. ആശ്രമത്തിൽ ബലിയിടാന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് വേണ്ട, ഇന്ന് വന്നാലും നമ്മൾ അവിടേക്ക് മണൽപ്പുറത്തേക്ക് തന്നെയാട്ടോ പോകണത്. മണപ്പുറത്തേക്ക് തന്നെയാണ് പോവാറ്. ഇപ്രാവശ്യം ആശ്രമത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും വേണ്ടാന്ന് വെച്ചു. നമുക്ക് അവിടെ പോയാലാണ് നമുക്ക് ആ സംതൃപ്തി കിട്ടുള്ളൂ. പിന്നെ അതാ കണ്ട പോണ വഴിയിലൊക്കെ നല്ല ഭംഗിയുള്ള ശിവൻ്റെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇവിടെ വെച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ട ആ വാവേനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പിന്നെ കുറച്ച് നേരം വാവയുടെ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് പോണ വഴിയിൽ തണ്ണിമത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞവർ നമ്മളെ വിളിച്ചുവിട്ട് പോയി. നമ്മൾ തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലക്കി ഡ്രോ, എന്തൊക്കെ പറയാം, ലക്കി ഡ്രോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ പേര് നമ്പറൊക്കെ എഴുതിട്ടു, കിട്ടിയെങ്കിൽ കിട്ടി എന്ന് വെച്ചിട്ടാ. അപ്പോൾ അത് പാലം നമ്മൾ കയറാൻ പോവാണ്. പണ്ട് ഇതിൽ ഞാൻ ചെറുപ്പത്തിലെ വരുന്ന അച്ഛനമ്മയുടെ ഒക്കെ കൂടെ ചെറുപ്പത്തിലെ വരുന്ന സമയത്ത് ഈ പാലത്തിന് പകരം വഞ്ചിയിലായിരുന്നു കേട്ടോ പോയിരുന്നത്. നല്ല ഓർമ്മയുണ്ട് ആ കാലങ്ങളൊക്കെ. പിന്നെ നല്ല ചൂടാണ് കേട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും അറിയാൻ ചൂടാണ്. വയർത്തൊലിച്ച് ഞാൻ ഒരു പരിവായിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിട്ടാണ്. അപ്പോൾ നല്ല തിരക്കായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. കണ്ട് തന്നെ അറിയണം, അത്ര ഭംഗിയാണ്. എല്ലാവരും ഇപ്പോൾ അവിടെ ഒരു ഉത്സവമാണല്ലോ, അപ്പോൾ ഉത്സവം കാണാൻ വരുന്ന പോലെയാണ് ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. അമ്പലമൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനസാഗരങ്ങളെ കണ്ടോ? ഇനി ഇതൊന്നല്ല കേട്ടോ തിരക്ക്, കുറച്ച് നേരം കഴിയുമ്പോൾ നിറയും. ഇപ്പം തന്നെ ആൾക്കാർ കുറച്ച് പേരൊക്കെ ബലിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്താ ശിവരാത്രി പെണ്ണ എന്താ കണ്ട് അങ്ങനെ എന്തോ പറയും കേട്ടോ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ച് നേരം. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സീറ്റ് പിടിച്ച് വെച്ച് നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ള ഇതിനാണ് പോയത് കേട്ടോ. പിന്നെ വാഷ്റൂമിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അന്വേഷിച്ച് പോയിട്ട് അവിടെ ഉള്ളത് കൊള്ളിയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കൊള്ളിയും ചമ്മന്തിയും കഴിച്ച് അപ്പം ഗ്യാസ് കയറും. അപ്പോൾ അതിനാൽ ഞാൻ കൊള്ളിയും ചമ്മന്തിയും കഴിക്കാൻ റെഡി ആയിരുന്നില്ല. പിന്നെ പൊറോട്ട, കടലക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിവടയും ചായ അങ്ങനത്തെ ഐറ്റംസാണ് കഴിച്ചത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലിയിടുന്ന കാരണം അരിഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കണ്ട കച്ചവടക്കാർ ഇഷ്ടം പോലെ ഇങ്ങനെ നിറഞ്ഞു കൂടിയിട്ട് ഒരു എക്സിബിഷൻ പോലെ നമുക്ക് കാണാം. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ ആ സ്ഥലം അവിടെ പിടിച്ച് വെച്ച് അമ്മമ്മനെ അവിടെ ഇരുത്തിയിട്ട്, അതായത് മേമയുടെ അമ്മായിമ്മേനെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നടക്കുകയാണ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ആൾക്ക് കാലിന് നടന്ന് വയ്യാത്ത കാരണം ആൾ നടന്നില്ല കേട്ടോ. ഈ ഒരു സംഭവം കണ്ട, ഇത് മുറുക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. മുറുക്ക് തന്നെയല്ല ഇത്, നമുക്ക് എന്താ പറയുക, നൂലപ്പം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഇതിൽ എന്താ പറയുക ഭയങ്കര പാടല്ലേന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അധികം പാടമൊന്നും ഇല്ല, വേണമെങ്കിൽ നീ ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സാധനം തന്നു കേട്ടാ. ഞാനൊരു പ്രാവശ്യം അമർത്തി നോക്കിയുള്ളൂ, എനിക്ക് നല്ല കൈവേദന എടുത്തു, ഞാൻ പിന്നെ നിർത്തി. ഇവരിതിൽ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നത് പച്ചവെള്ളത്തിലെങ്ങാണ്ട് കുഴച്ചിട്ട് എന്തോ ഒരു ട്രിക്ക് ഇവർ ആ മാവിൽ ചേർത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ സെറ്റാവില്ല, നമ്മളൊക്കെ ആക്കി കഴിഞ്ഞാൽ ബലം പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 60 50 രൂപയ്ക്ക് എടുത്തോന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മേടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല. പിന്നെ എൻ്റെ കയ്യിലിരിക്കണ ആ സംഭവം ഇല്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാളിൻ്റെ ആട്ടാ, അതായത് അമ്മയുടെ നാളിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ മക്കളുടെ കാര്യം കൂടി അറിയാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷെ തനി ഉടായ്പായിരുന്നു ആ സംഭവം. ഇനിയും വരും കേട്ടോ, ഇനി ഉത്സവങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളൊന്നും മേടിക്കണ്ട കേട്ടോ. തനി യൂട്യൂബിലൊക്കെ പറയണ നാളുകളാണ് അതിൽ എഴുതി വെച്ചേക്കണത്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ കാണുന്ന പോലെ തന്നെ യന്ത്രൂഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മലുകളുടെ സെക്ഷൻ, പല ടൈപ്പ് മോഡൽ വെറൈറ്റി കമ്മലുകൾ, പിന്നെ ബജ്ജി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമ്മലുകളൊക്കെ നോക്കി എന്താ മേടിക്കണ്ടേന്ന് ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ. അങ്ങനെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ബജ്ജി അതൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വോമിറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നൊരു ഡൗട്ട്. അപ്പോൾ അത് കഴിച്ചില്ല. പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇത് വന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പ്രിങ്കിൾസ്, മറ്റേ സംഭവമില്ലേ, എന്താണ് പിന്നെ നമ്മളെ ഇപ്പോൾ പൊട്ടൊക്കെ വെച്ചുണ്ടാക്കുന്ന സംഭവമില്ലേ, അതാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ കണ്ട ആനേനെ കണ്ട, അപ്പോൾ ആനയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു ജനസാഗരത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ആന നടന്നു പോണത്. ഞാൻ ആലോചിച്ചു കേട്ടോ, നമുക്ക് തന്നെ വേർത്തിട്ട് ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ അവറ്റങ്ങളുടെ കാര്യം എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അങ്ങനെ നമ്മൾ ഇരുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൈയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബലിയിടാൻ വേണ്ടി വന്നു. കുറച്ച് നേരം ഒന്ന് കിടന്നു, അതിന് ശേഷം നമ്മൾ ബലിയിടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മമ്മയും കൂടി ആദ്യം ബലിയിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നനഞ്ഞു കുളിച്ചാണ് ഇരിക്കുന്നത്. തല ഞാൻ തോർത്തും കൊണ്ടുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അമ്മയും കൂടി ബലിയിടാൻ പോയേക്കാണ്. ഇനി അവർ വന്നിട്ട് വേണം നമുക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ യൂണിഫോമാണ് കേട്ടോ. ഞാൻ ട്രെയിനിങ്ങിന് ഹോസ്പിറ്റലിൽ പോകണോടത്ത് യൂണിഫോമാണ്. പക്ഷേ ഞാനിന്ന് പോകണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ലേറ്റായിട്ടാണ് കാണിക്കണത്. പിന്നെ ബലിയിട്ട് കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ട്രെയിൻ 5:30ക്കുള്ള ട്രെയിൻ എന്തായാലും മിസ്സാവും. അപ്പോൾ നമുക്ക് 7:30 ട്രെയിൻ. 7:30 6:45 7 മണി ആ സമയത്താണ് പിന്നെ കാണിക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ആ ഒരു ട്രെയിൻ കിട്ടാനേ സാധ്യതയുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ബലിയിടും കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ മോർണിംഗാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു. പൊറോട്ടയും കടലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം അന്വേഷിച്ചിട്ട് നമുക്ക് നല്ലധികം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഭക്ഷണം നമ്മൾ കഴിച്ച് പോന്നിട്ടുണ്ട്. റെയിൽവേയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ട്രെയിൻ കാത്തിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ വെച്ച് എൻ്റെ വ്ളോഗ് നിർത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.